ഇപ്പോൾ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലെ റാഗിങ്ങിൽ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. BBA വിദ്യാർത്ഥിയായ ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനെയാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രിൻസിപ്പൽ ഷൈനി ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്താണ് ഇപ്പോൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്? ഇത്തരത്തിലൊരു റാഗിംഗ് പരാതി തന്നെ ഈ കോളേജിനെ സംബന്ധിച്ച് ആദ്യമായാണ് ഇത്തരത്തിലൊരു റാഗിംഗ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ പരാതി ഉയർന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് കോളേജിലെ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതി ഉയർന്നിട്ടുള്ള 6 വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷമായിരുന്നു കൃത്യമായ നടപടി എടുത്തത് എന്നുകൂടി ഈ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ റാഗിംഗ് നടന്നിരുന്നത്. ഈ കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥിയായിട്ടുള്ള വിഷ്ണുവാണ് ഈ റാഗിംഗ് പരാതി നൽകിയിരിക്കുന്നത്. ഈ കോളേജിലെ ഗ്രൗണ്ടിന് വശത്തുകൂടി നടക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് വിഷ്ണു നടന്നിരുന്നത്. ഈ സമയം കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികൾ വിഷ്ണുവിനെ വിളിക്കുകയും കൃത്യമായി ഈ കൂളിംഗ് ഗ്ലാസ് ഊരണം ഇത് ഇവിടെ അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് സമ്മതിക്കാത്ത പക്ഷം വിഷ്ണുവിനെ ക്രൂരമായാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നത്. ഈ മർദ്ദനത്തിൽ വിഷ്ണുവിന്റെ തലയ്ക്കും ഇടത് കാലിനും തുടയ്ക്കുമൊക്കെ തന്നെ പരിക്ക് ഏറ്റിരുന്നു. കൃത്യമായ ആശുപത്രിയിലെത്തി വിഷ്ണു ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ശരി, എന്തായാലും കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. റാഗിംഗ് നടന്ന ഉടനെ തന്നെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് നടപടിയെടുത്തതെന്നാണ് പ്രിൻസിപ്പൽ ഷൈനി ജോർജ് അല്പസമയത്തിന് മുൻപ് പറഞ്ഞത്. ഒപ്പം പോലീസും കൃത്യമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.